Hi dear students, welcome back to our class. In this class I am going to discuss about the third topic in EVS chapter, as stone as wind എന്ന ചാപ്റ്ററിലെ തേർഡ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ചേഞ്ചിങ് സ്റ്റേറ്റ്, മാറുന്ന അവസ്ഥ. എന്തെല്ലാം ചേഞ്ചസ് ആണ്? മെയിനായിട്ട് ഗ്യാസ്. നമ്മൾ ഏഴ് ക്ലാസ്സിൽ ലിക്വിഡ്, സോളിഡ് ഇവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഗ്യാസിനെ കുറിച്ചാണ്, വാതകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ചേഞ്ച് ഇൻ വാട്ടർ, വാട്ടറിൻ്റെ ചേഞ്ചസ്, വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് വരുന്ന സ്റ്റെപ്പുകൾ അവ ഏതൊക്കെയാണെന്നും, അതായത് നെക്സ്റ്റ് സിമിലാരിറ്റീസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്സ്, സോളിഡും ലിക്വിഡ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്നല്ല, വാട്ട് ആർ ദി ഡിഫറൻസസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് സോളിഡ്സും ലിക്വിഡ്സും തമ്മിലുള്ളത്, അവ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. Okay, let's start our class. In this class I am going to discuss about changing state, മാറുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Look at this picture in your textbook picture and read that topic. Take some water in a vessel and heat it. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ചൂടാക്കി നോക്കുക. Don't you see water vapor rising up? അപ്പോൾ അതിൽ നിന്നും വാട്ടർ വേപ്പർ ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വാട്ടർ വേപ്പർ മീൻസ് നീരാവി. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് പൊങ്ങി വരുന്നതിനെയാണ് നമ്മൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത്. Now take a flat vessel with water in it and hold it over the rising water vapor. എന്താണ് ചെയ്യുന്നത്? ഒരു പരന്ന പാത്രത്തിൽ ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്? ഒരു പരന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ പൊങ്ങി വരുന്ന നീരാവിക്ക് മുകളിൽ പാത്രം പിടിക്കാം. അപ്പോൾ വാട്ട് ഡു യു സീ അറ്റ് ദി ബേസ് ഓഫ് ദ വെസൽ? ആ പാത്രത്തിൻ്റെ അടിവശത്ത് എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിനുള്ള കാരണം എന്താണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് വെസൽസിൻ്റെ അടിയിലായിട്ട് എന്താണ് നമുക്ക് കാണാൻ കഴിയുക? എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ആ ഫ്ലാറ്റ് വെസൽസിൻ്റെ അടിയിലായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്താ? വാട്ടർ വേപ്പർ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ജലത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ കാണാൻ കഴിയും. Can you find out the other instance where the water vapor cool it into water like this? ഇതുപോലെ നിങ്ങൾക്ക് നീരാവി തണുത്ത് ജലമായി മാറുന്ന മറ്റ് സന്ദർഭങ്ങൾ, മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ എന്തെല്ലാം രീതിയിൽ നമുക്ക് നീരാവി തണുത്ത് ജലമായി മാറുന്നു എന്നുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാട്ടർ വേപ്പർ എന്ത് ചെയ്യും? നീരാവി എന്ത് ചെയ്യും? അത് കൂൾ ചെയ്താൽ ചേഞ്ച് ഇൻ ടു വാട്ടർ, നീരാവി തണുത്താൽ ജലമായി മാറുന്നു. ഇനി നമ്മൾ വീണ്ടും വാട്ട് വിൽ ഹാപ്പൻ ടു വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾ ഫർദർ? വീണ്ടും നമ്മൾ ആ ജലത്തെ തണുപ്പിച്ചാൽ എന്ത് ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അതാണ് നമ്മളിനി ഡിസ്കസ്. In this picture you can see that the child is holding her flat vessels which is filled with water. പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ഒരു ചെറിയ കുട്ടി അവൾ എന്ത് ചെയ്യാണ്? ഒരു പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വാട്ടർ വേപ്പറിന് മുകളിലായിട്ട്, നീരാവിക്ക് മുകളിലായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓവർ ദിസ് ബോയിലിംഗ് വാട്ടർ ക്യാൻ യു സീ? ആ വെള്ളം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? വി ക്യാൻ സീ ദാറ്റ് ആഫ്റ്റർ സം ടൈംസ് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ദ ഫ്ലാറ്റ് വെസൽ ദർ വിൽ ബി സം വാട്ടർ ഡ്രോപ്ലെറ്റ്സ്. നമുക്ക് ആ ഫ്ലാറ്റ് വെസൽസിൻ്റെ അടിയിലായിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ കഴിയും.
ജലത്തുള്ളികൾ. ആൻഡ് ദിസ് ലാറ്റർ ഡ്യൂ ടു ഹീറ്റ് ഇറ്റ്. അതിന് ആ ജലത്തുള്ളികൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? കൂൾ ചെയ്യാണ്. ഡ്യൂ ടു കൂൾ ഇറ്റ്. അതിനെ തണുപ്പിക്കുകയാണ്. തണുപ്പിക്കാവുമ്പോൾ അത് എന്തായി മാറും? വാട്ടറായിട്ട് ചേഞ്ച് ചെയ്യും. ടേൺസ് ഇൻ ടു വാട്ടർ വേപ്പർ. ഓക്കെ. അപ്പം നമുക്കിതിൽ നിന്നും ഈ പിക്ചറിൽ നിന്നും ഇതിൽ നിന്നും ജലത്തെ നീരാവി തണുത്താൽ, വാട്ടർ വേപ്പർ ചേഞ്ച് ചെയ്താൽ വെള്ളമായിട്ട് മാറും, ജലമായി മാറുന്നു എന്നുള്ള. Now we are going to learn about the different forms of water. വെള്ളത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ സോളിഡ് ഈസ് ദ ഐസ്. സോളിഡ് എന്ന് പറയുന്നത്, ഖരം എന്ന് പറയുന്നത് ഐസാണ്. ഈ വെള്ളത്തിൻ്റെ ഡിഫറെൻറ്റ് ചേഞ്ചസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പിക്ചറിൽ ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? റൊട്ടേഷൻ പ്രോസസ്സാണ് അല്ലേ. അതിൽ സോളിഡ് എന്ന് പറയുന്നത്, സോളിഡ് ഈസ് ദ ഐസ്. ഐസാണ് സോളിഡ്. ഖരാവസ്ഥയിലുള്ളൊരു വസ്തുവാണ് ഐസ്. ലിക്വിഡ് ഈസ് ദ വാട്ടർ ഗ്രേഷ്യസ് ഫോംസ് ഓഫ് വാട്ടർ വേപ്പർ. ലിക്വിഡ്, ദ്രാവകം എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഗ്രേഷ്യസ് ഫോംസ് ഓഫ് വാട്ടർ വേപ്പർ. തുള്ളിയുടെ, വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് നീരാവിയുടെ ഗ്രേഷ്യസ് ഫോംസാണ് എന്ത്? വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് എ ലിക്വിഡ്. വാട്ടർ ഒരു ദ്രാവകമാണ്. വെൻ യു കൂൾ ഇറ്റ്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വെള്ളത്തെ നമ്മൾ കൂൾ ചെയ്യണം, തണുപ്പിക്കുമ്പോൾ. ഇറ്റ് ബിക്കംസ് ഐസ്. വെള്ളത്തെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസായി മാറുന്നു. ദാറ്റ് ഈസ് എ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ഐസ് എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൻ്റെ സോളിഡ് ഫോം ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ ഖരാവസ്ഥയിലുള്ള ഫോമാണ് ഐസ് എന്ന് പറയുന്നത്. വെൻ യു ഹീറ്റ് ഇറ്റ്, അതിനെ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ, ഐസിനെ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായി മാറുന്നു? ഇറ്റ് ബിക്കംസ് വാട്ടർ. അതിനെ വീണ്ടും ചൂടാക്കുമ്പോൾ ഐസായി, വാട്ടറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. സോ ദി ലിക്വിഡ് ഫോം ആൻഡ് ഫർദർ ഹീറ്റിംഗ് ഇറ്റ് വിൽ ഫോം വാട്ടർ വേപ്പർ. ഓക്കെ. So these are the different changes of the shapes of water. Now if you cool the water vapor, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ വേപ്പറിനെ നീരാവിയെ കൂളിച്ച് തണുപ്പിക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റേ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ, അത് വെള്ളമായി മാറുന്നു. ആൻഡ് ഫർദർ കൂളിങ് ഇറ്റ്, വീണ്ടും ആ വെള്ളത്തെ കൂൾ ചെയ്യാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഫ്രീസ് ഇറ്റ്, അതിനെ തണുപ്പിക്കുകയാണ്. തണുപ്പിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഐസ്, അത് ഐസായി ചേഞ്ച് ചെയ്ത് മാറപ്പെടുന്നു. സോ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വാട്ടർ. ഇതാണ് നമ്മൾ വാട്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്, ഡിഫറെൻറ്റ് ഫോംസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് വാട്ടറിനെ കൂൾ ചെയ്താൽ, ഫസ്റ്റ് ഐസിനെ ഹീറ്റ് ചെയ്താൽ വാട്ടറായി മാറുന്നു. ഈ വാട്ടർ വീണ്ടും ഹീറ്റ് ചെയ്താൽ, വാട്ടർ തിളച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു, നീരാവി ഉണ്ടാകുന്നു. ഈ നീരാവിയെ വീണ്ടും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ, തണുപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളമായി മാറുന്നു. വെള്ളത്തെ വീണ്ടും നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസായി മാറുന്നു. ഇതൊരു റൊട്ടേഷൻ പ്രോസസ്സാണ് അല്ലേ. ഇതാണ് ചേഞ്ചിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മളൊരു എൻവിറോൺമെൻറ്റ്, നമ്മുടെ പ്രകൃതിയിൽ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ വെള്ളമുണ്ട്, വെള്ളത്തെ നമ്മൾ ഹീറ്റാക്കുന്നു. ഹീറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? വാട്ടർ വേപ്പർ കിട്ടുന്നു. വാട്ടർ വേപ്പർ വീണ്ടും നമ്മൾ തണുപ്പിക്കുന്നു. അപ്പോൾ മേഘങ്ങളായി മാറും അല്ലേ. മേഘങ്ങൾ വീണ്ടും തണുക്കുന്നു. അപ്പോൾ എന്തായിട്ട് മാറുന്നു? മഴയായി മാറുന്നു. അപ്പോൾ മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം. പ്രകൃതിയിൽ എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ എന്ത് ചെയ്യാണ്? വെള്ളം ചൂടാക്കുകയാണ്.
വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവിയായി മാറി. ഓക്കെ, വാട്ടർ വേപ്പറായി മാറി. അതിനെ വീണ്ടും കൂൾ ചെയ്യുമ്പോൾ തണുക്കുന്നു. അത് തണുക്കുന്നു. എന്നിട്ട് എന്താകുന്നു? മേഘങ്ങളായി മാറുന്നു, ക്ലൗഡ്സായി മാറുന്നു. എന്നിട്ട് അത് വീണ്ടും തണുക്കുന്നു, കൂളാകുന്നു. പിന്നെ അത് റെയിനായിട്ട്, മഴയായി മാറുന്നു. അപ്പോൾ ഇതാണ് വെള്ളത്തുള്ളിയുടെ അവസ്ഥ, ചേഞ്ചസ്, മാറ്റങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വാട്ടർ ഇൻ എയർ ടു. വെള്ളം വായുവിലും ജലം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ. ഒരു ഗ്ലാസ് എടുക്കുക. പുട്ട് സം ഐസ് പീസ് ഇൻ ടു ഇറ്റ്. ആ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് കഷ്ണങ്ങളെ ഇടാം. ഒബ്സർവ് ദി ഔട്ടർ സൈഡ് ഓഫ് ദ ഗ്ലാസ്. എന്നിട്ട് ഗ്ലാസിൻ്റെ പുറം ഭാഗം, പുറത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. വാട്ട് ഡു യു സീ? എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഫ്രം വേർ ഡിഡ് ദി ഡ്രോപ്പ് ഓഫ് വാട്ടർ കം? എവിടെ നിന്നാണ് ഈ വെള്ളത്തുള്ളികൾ വന്നിട്ടുള്ളത്? ദർ വാസ് ഓൺലി എയർ അറൗണ്ട് ദി ഗ്ലാസ് ടംബ്ലർ. ഇഫ് സോ, ഹൗ ഡിഡ് ദി വാട്ടർ ഡ്രോപ്സ് ഫോം? ഗ്ലാസ്സിന് പുറത്ത് വായു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തുള്ളികൾ എങ്ങനെയായിരിക്കും ഉണ്ടായത്? എങ്ങനെയാണ് വെള്ളത്തുള്ളികൾ ഉണ്ടായിരിക്കുക? ദി വാട്ടർ വേപ്പർ കൂൾസ് ടു ഫോം വാട്ടർ. ഈ ജലബാഷ്പം, വാട്ടർ വേപ്പർ തണുത്ത് കഴിഞ്ഞാൽ എന്തായി മാറും? ജലമായി മാറുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ പ്രോസസ്സിൽ ചേഞ്ചസിൽ നമ്മൾ മാറുന്ന അവസ്ഥ എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇതും. ഐസ് കട്ടകൾ ഗ്ലാസ്സിലിട്ട് കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ പുറത്തെ വെള്ളത്തുള്ളികൾ, വാട്ടർ വേപ്പർ ഉണ്ടാകുന്നു. അത് ആ വാട്ടർ വേപ്പർ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറുന്നു? ജലമായി മാറുന്നു. ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫ്രണ്ട്സ് ഓഫ് സ്റ്റോൺ. കല്ലിൻ്റെ കൂട്ടുകാർ. We learn that a stone has a definite shape, size and weight. നമ്മൾ മുൻപ് പഠിച്ചു അല്ലേ? കല്ലിന് ഷേപ്പ് ഉണ്ട്, അതുപോലെ സൈസ് ഉണ്ട്, വലിപ്പവും വെയിറ്റ് ഉണ്ട്. കല്ലിന് ആകൃതിയും വലിപ്പവും ഭാരവും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സോളിഡാണ്. അപ്പോൾ ലിക്വിഡ് ക്യാൻ ബി ടേക്കൺ ഓൺലി ഇൻ എ വെസൽ. ഏതെങ്കിലും ഒരു പാത്രത്തിൽ മാത്രമേ നമുക്ക് ലിക്വിഡ് എടുക്കാൻ കഴിയുള്ളൂ. വാട്ടർ ഈസ് എ ലിക്വിഡ്. വാട്ടർ ഒരു ലിക്വിഡാണ് അല്ലേ? ലിക്വിഡ് ഒരു പാത്രത്തിലേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ സോളിഡ്. ബട്ട് വാട്ട് അബൌട്ട് സ്റ്റോൺ? എന്താണ് സ്റ്റോൺ ആണെങ്കിലോ? എന്നാൽ കല്ല്, അതുപോലെ പീസ് ഓഫ് വുഡ് എക്സെട്ര, ഇവയാണെങ്കിൽ നമുക്ക് പാത്രത്തിൻ്റെ ആവശ്യമുണ്ടോ അവയെടുക്കാൻ? അവയ്ക്ക് പാത്രം ആവശ്യമില്ല അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് എ സ്റ്റോൺ? എന്തെല്ലാം വ്യത്യാസമാണ് ജലത്തിനും കല്ലിനും ഉള്ളത്? ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് സ്റ്റോൺ. അതായത് വാട്ടർ ഈസ് എ ലിക്വിഡ്, സ്റ്റോൺ ഈസ് എ സോളിഡ്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് സ്റ്റോണാണ്. വാട്ടർ എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ്. വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ സോളിഡ് ആൻഡ് ലിക്വിഡ്സ്? ഫസ്റ്റ് വൺ ഈസ് സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്, ബട്ട് ലിക്വിഡ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. സെക്കൻഡ്, സോളിഡ് കനോട്ട് ഫ്ലോ. സോളിഡിന് ഒഴുകാൻ കഴിയില്ല, ഒഴുക്കില്ല. ലിക്വിഡ് ക്യാൻ ഫ്ലോ. ലിക്വിഡിന് എന്ത് ചെയ്യാൻ കഴിയും? ഫ്ലോ ചെയ്യാൻ കഴിയും. ദീസ് ആർ ദി ഡിഫറൻസസ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്സ്. നെക്സ്റ്റ്, വാട്ട് ആർ ദി സിമിലാരിറ്റീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്? സോളിഡ്സും ലിക്വിഡ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്? സോളിഡ് ആൻഡ് ലിക്വിഡ്സ് ഹാവ് വെയിറ്റ്. സോളിഡിനും ലിക്വിഡ്സിനും, ഖരത്തിനും ദ്രാവകത്തിനും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്.
സെക്കൻഡ് വൺ ഈസ് ദേ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈസ്. ഇവയ്ക്ക് രണ്ടിനും അല്ലേ, സോളിഡിനും അതെ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾക്കും ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യണമെങ്കിൽ സ്പേസ് ടു ഓക്യുപ്പൈ, സ്ഥലം ആവശ്യമാണ്. ഇവ രണ്ടും സിമിലാരിറ്റീസാണ്, സിമിലാരിറ്റീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചേഞ്ചസ് ഓഫ് വാട്ടർ, എന്താണ് വാട്ടറിൻ്റെ ചേഞ്ചസ് ഏതെല്ലാമാണെന്നും, ചേഞ്ചിങ് സ്റ്റേറ്റ് അവസ്ഥാമാറ്റം, അതുപോലെ സിമിലാരിറ്റീസ് ഓഫ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. ഓക്കെ.